ഏറ്റവും അധികം തിരക്കും ഏറ്റവും വലിയ ഭാരമേറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് എൻ്റർടൈൻമെൻറ്റ് വിനോദത്തിന് ഏറ്റവും അവസരം വേണ്ടതെന്ന് ഞാൻ പറയാം. സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞൊരു വിനോദമാണ്. ശരിക്കും ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും വലിയ ആസ്വാദനം കണ്ടെത്തുന്നത് എപ്പോഴാച്ചാൽ നമ്മുടെ കുടുംബമാകുന്ന ആ ഒരു പൂവാടിയിൽ, ആ ഒരു ഉദ്യാനത്തിൽ എത്തുമ്പോഴാണ്. അതൊരു വല്ലാത്ത ലോകമാണ്. അത് അനുഭവിച്ച് ശീലമില്ലാത്ത ആളുകൾക്ക് അതൊരു വലിയ ഭാരമാണ്. അതുകൊണ്ട് എസ്കേപ്പ് ചെയ്യാണ് പല ആളുകളും. എങ്ങനെയെങ്കിലും വീട്ടിൽ നിൽക്കാതിരിക്കാൻ, ഭാര്യയും കുട്ടിയും ഒപ്പമല്ലാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതൊരു വല്ലാത്ത, നമ്മൾ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, വല്ലതിനെ യഖൂലു റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിന ഖുർറത അയുൻ. കൺകുളിർമയാണ്. ആ കൺകുളിർമ എന്ന കാഴ്ച തന്നെയാണ് നമ്മുടെ ഭാര്യയുടെ മുഖം കാണുമ്പോൾ ആ മക്കളുടെ കളിയും ചിരിയും. ആരാ നോക്കിയിരുന്ന് പോകാത്തത്? എല്ലാം മനുഷ്യൻ മറന്നു പോകുന്നു. ഞങ്ങളൊക്കെ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഞാൻ കാണലുണ്ട്. ഇത് പ്രോഗ്രാമിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് ചില രക്ഷിതാക്കൾ വരുമല്ലോ. അപ്പോൾ അവരിനിപ്പോൾ എത്ര ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാലും, നമ്മൾ എത്ര നന്നായി ഒരാളൊരു പ്രസംഗം നടത്തിയാലും ആ കുട്ടികളുടെ കളിച്ചിരി കാണുമ്പോൾ അവിടെ അശ്രദ്ധയായി പോകും. അവിടെ ശ്രദ്ധ ഈ പ്രസംഗത്തൊന്നും എല്ലാറ്റും തെറ്റിപ്പോകും. നമ്മൾ സദസ്സുകൾ കണ്ടില്ലേ, ചെറിയ കുട്ടി. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ആ ഒരു മാറ്റങ്ങളെ ശരിക്കും ആസ്വദിക്കാനും, നമ്മുടെ ഭാര്യയുടെ സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ആസ്വദിക്കേണ്ടത്. അതിനൊക്കെ നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞാലും, അതിനൊക്കെ കാരണം പറഞ്ഞാലും, അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് ആസ്വദിച്ച് പഠിക്കണം നമ്മൾ. അപ്പോൾ ഈ തിരക്കും പ്രശ്നങ്ങളൊക്കെ എത്ര അധികം നമുക്കുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അണയാൻ നമുക്കൊരാഗ്രഹം വേണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളൊരു യാത്ര പോകുന്നു, എന്ത് പരിപാടിയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മുഷിയും. ഒരു ടൂർ പുറപ്പെടുന്ന സന്തോഷം ഉണ്ടാവും തിരിച്ചു വരാൻ. പക്ഷെ ആ മുഷിപ്പിനെ മാറ്റാനുള്ള ഒരു ചിന്ത എന്താ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോവാണ്, എൻ്റെ ഭാര്യ കാത്തിരിക്കുന്നു, മക്കൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏതൊരു പ്രവർത്തനത്തിൻ്റെയും സന്തോഷകരമായ പരിസമാപ്തി. അപ്പോൾ നമ്മളതൊന്ന് ആസ്വദിക്കണം, ആഹ്ലാദിക്കണം. പിന്നെ എന്താ, ഇനി തിരക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, സുഹൃത്തുക്കളെ, അതൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. വളരെ കൃത്യതയോടുകൂടെ നമ്മൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞത്, നമ്മളൊരു സമയം, എന്താ പറയുക, കുട്ടികളുമായിട്ട് ഇടപഴകാനൊരു സമയം. രാവിലെ നേരത്തെ പോരുന്നു, രാത്രി വൈകി എത്തുന്നു. അയാൾക്ക് എങ്ങനെയാണ് വീട്ടിൽ കുട്ടികളോട് ഇടപെടാൻ പറ്റുക? അപ്പോൾ അയാളുടെ ജോലി അങ്ങനെ ആയിക്കോട്ടെ, ദൂര സ്ഥലത്ത് പോയിട്ട് എന്നും പോയി വരുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് സുബഹിക്ക് പോയേ പറ്റൂ, രാത്രി തിരിച്ചു വന്നേ പറ്റൂ. അങ്ങനത്തെ ആളുകൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ? എല്ലാ ദിവസവും ഒരു കൃത്യസമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സമയം കിട്ടാത്ത ആളെന്ത് ചെയ്യുന്നവരും ഒരു വീക്കിലി ഒരു ദിവസം അയാളെ കാണണം, ലീവ് എടുത്തിട്ടെങ്കിലും കാണണം. ഞാൻ പറഞ്ഞ ആ ഒരു ദിവസം കുട്ടികളും ഭാര്യയും വീട്ടിലുള്ള ഒരു ദിനം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ എന്താ അറിയോ, ആഴ്ചയിൽ 7 ദിവസം 1 മണിക്കൂർ ചിലവഴിക്കുന്നവനേക്കാളും സമയം ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളതിനെ ആഗ്രഹിക്കണം, സമയം അതിന് ഷെഡ്യൂൾ ചെയ്യണം. അത് വേണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എന്താ പ്രശ്നം തന്നെ, ഈ അഭാവം നമുക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതായത് നമ്മുടെ കുടുംബവുമായി നമുക്ക് വേണ്ടത് എന്തെല്ലാമാണോ അതൊക്കെ സമയം ചിലവഴിച്ചേ നേടാൻ പറ്റുള്ളൂ. സ്നേഹം എങ്ങനെ നേടാൻ പറ്റുക? സ്നേഹം നേടണമെങ്കിൽ നമ്മൾ ഒന്നിച്ചിരിക്കണം. ഒന്നിച്ചിരുന്ന് സഹവസിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ, സ്നേഹ കൈമാറ്റങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ബന്ധം ഉണ്ടാക്കാൻ പറ്റും. അത് ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും ആ ബന്ധം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സമയം വേണം. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും മെസ്സേജസ് കൊടുക്കണം, നമുക്ക് അല്ലെ, നല്ല കാര്യങ്ങൾ നമുക്ക് കൊടുക്കണം. അത് കൊടുക്കാൻ നമ്മൾ പറ്റും. ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണ്. അപ്പോൾ എങ്ങനെ ഉമ്മമാർ ഭക്ഷണം കൊടുക്കുക? ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു കഥ പറയും. അപ്പോൾ സാധാരണ ലുട്ടാപ്പി കഥകളൊക്കെ പറയാം. ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് കൗതുകകരമായ കഥകൾ പറഞ്ഞ് കൊടുക്കുമ്പോൾ എന്തൊക്കെ മെസ്സേജുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്? സമയം വേണ്ടേ? സമയം ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. മെസ്സേജുകൾ കൊടുക്കാൻ സമയം വേണം, സ്നേഹ കൈമാറ്റങ്ങൾക്ക് സമയം വേണം. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കാൻ സമയം വേണം. അവരൊരു കളിയിൽ പങ്കുചേരാൻ നമുക്ക് സമയം വേണ്ടേ? അപ്പോൾ അതൊരു കുട്ടികളും കുടുംബവുമായി ചിലവഴിക്കുവാനുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജോലി പോലെ, ഭക്ഷണം പോലെ, പ്രാഥമിക കാര്യങ്ങൾ പോലെ ഒരു സമയം കണ്ടെത്തണം. ഇനി അതൊന്നുമില്ല, നിങ്ങൾ നാട്ടിലില്ലാത്ത ആളായി ഒരു മാസം വരുമ്പോൾ ഒരു 3 ദിവസം ഫുൾ ടൈം കുടുംബവുമായി ചിലവഴിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇനി ഒരു പ്രവാസിയാണോ നിങ്ങൾ എങ്കിൽ എന്ത് ചെയ്യും? ഫോണിലൂടെയൊക്കെയുള്ള സംസാരങ്ങൾക്ക് കൃത്യമായി സമയം കാണുക. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ മറ്റുള്ള സുഹൃത്തുക്കളും ആളുകളൊക്കെ നമുക്കുണ്ടെങ്കിലും
നമ്മുടെ മക്കൾക്കാണ് നമ്മളെ നഷ്ടപ്പെട്ടതെന്ന് ആലോചിച്ചിട്ട് ആ പ്രവാസത്തിൻ്റെ 1 വർഷവും 2 വർഷവും 3 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അതിലൊരു മേജർ പാർട്ട് കുടുംബത്തിന് വേണ്ടി നീക്കി വെക്കുക എന്നുള്ള പ്രായോഗിക പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടമൊക്കെ എന്താ പറയുക, നമ്മൾ എത്ര വാർദ്ധക്യത്തിലേക്ക് എത്തിയാലും നമ്മൾ എത്ര വയസ്സായാലും അതിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പും ഒരു ക്ഷീണവും നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അത് ദുനിയാവിലും പരലോകത്തിലും വളരെ ജാഗ്രത കാണിക്കേണ്ട ഒരു